25 കോടിയുടെ കള്ളപ്പണം തട്ടിയ സംഭവം വെട്ടിലായിരിക്കുകയാണ് ഇപ്പോൾ തൃശൂർ BJP നേതൃത്വം. സംസ്ഥാന കമ്മിറ്റിയുടെ ശക്തമായ താക്കീത് കാരണം വിഷയത്തിൽ യാതൊരു പ്രതികരണവും നടത്താതെ നേതാക്കൾ മുങ്ങുന്നൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ വിവരങ്ങളുമായി സാരംഗ് കൂടി ചേരുന്നുണ്ട്. സാരംഗ്, ഗുഡ് മോർണിംഗ്. സാരംഗ്, ഈ BJPയുടെ ഫണ്ട് തട്ടിപ്പ് വിവാദവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അഴിമതി വാർത്തകളാണ് ദിനംപ്രതി വന്നുകൊണ്ടിരിക്കുന്നത്. ഈ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ ഇടപെടലുകളും ഇതിനെ സംബന്ധിച്ചുണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ തൃശ്ശൂരിലേക്ക് പോവുകയാണെങ്കിൽ ഈ 25 കോടിയുടെ ഫണ്ട് തട്ടിപ്പ് വിവാദവുമായി നേതൃത്വത്തിനിടയിൽ നിന്ന് ഒരു തരത്തിലുള്ള ഒരു ചർച്ചയോ നടപടിയോ ഉണ്ടായിട്ടില്ല. അത് ഈ സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്താണ് തൃശ്ശൂരിലെ സംഭവം? തീർച്ചയായിട്ടും അവന്തിക, അങ്ങനെ തന്നെയാണ്. ഇന്നലെയാണ് ഇത്തരത്തിൽ ഞെട്ടിപ്പിക്കുന്ന ഈ വിവരങ്ങൾ പുറത്തു വന്നത്. തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി, BJPയുടെ ജില്ലാ കമ്മിറ്റി കേന്ദ്രീകരിച്ച് 25 കോടി രൂപയുടെ കള്ളപ്പണ ഇടപാട് നടന്നു എന്നുള്ളതാണ്. അവിടുത്തെ മുന്നത്തെ ഓഫീസ് സെക്രട്ടറി കൂടിയായിരുന്ന അക്ഷയ് എന്ന യുവാവാണ് ഇത്തരത്തിലൊരു ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത്. 17 ചാക്കുകളിലായിട്ടാണ് ഈ കള്ളപ്പണം തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയിൽ എത്തിയത്. തെരഞ്ഞെടുപ്പിന് മുന്നേ ഘട്ടം ഘട്ടമായിട്ട് എത്തി. പിന്നീട് അത് നേതാക്കൾ തന്നെ അത് മാറ്റുകയുമുണ്ടായിരുന്നു. എന്തായാലും ഈ വിഷയം പുറത്തു വന്നതിന് ശേഷം ഔദ്യോഗികമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം നടത്താൻ BJPയുടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് നേതാക്കളോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അതായത് സംസ്ഥാന കമ്മിറ്റിയുടെ ശക്തമായിട്ടുള്ള താക്കീത് എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ യാതൊരു വിധത്തിലുള്ള പ്രതികരണവും നടത്തരുത് എന്നാണ്. കൂടിയാലോചനകൾക്ക് ശേഷം ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉത്തരം കണ്ടെത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് ചിന്തിച്ച് ആലോചിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമയം മാത്രമാണത്. എന്ത് മറുപടി ഈ ജനങ്ങൾക്ക് നൽകും എന്നുള്ളത് നമുക്കറിയാം. 2021 സമാനമായ രീതിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ തൃശ്ശൂർ ജില്ലയിൽ ഇതേ രീതിയിൽ തന്നെ കോടികളുടെ തട്ടിപ്പ് നടന്നിരുന്നു. എന്നാൽ ആ തട്ടിപ്പ് നടന്നിപ്പോൾ ഏതാണ്ട് 2026 ആയിരിക്കുന്നു. എന്ത് നടപടിയാണ് ആ സംഭവത്തിൽ BJP അതിൻ്റെ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരുവിധ നടപടിയുമില്ല. അതിന് സമാനമായ രീതിയിൽ തന്നെ വീണ്ടും നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് 2026 ഇപ്പോൾ കഴിഞ്ഞുപോയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും BJP യാതൊരു കൂസലുമില്ലാതെ വീണ്ടും ഇതേ രീതിയിൽ തന്നെ സമാനമായ രീതിയിലുള്ള കോടികളുടെ കള്ളപ്പണം ജില്ലയിൽ ഒഴുക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ നേതാക്കൾ ഇതൊക്കെ തന്നെയും പങ്കിട്ടെടുക്കുന്നു എന്നുള്ളൊരു ഗുരുതരമായിട്ടുള്ള ആരോപണം കൂടിയാണ് ഇന്നലെ അക്ഷയ് എന്ന മുൻ സെക്രട്ടറി, ഓഫീസ് സെക്രട്ടറി പറഞ്ഞത്. ഒന്ന് KP സുരേഷ്, അതോടൊപ്പം തന്നെ മുരളി കൊളങ്ങാട്ട്, അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, ഇവരാണ് ഈ പണം തട്ടിയതിന് പിന്നിൽ എന്നാണ് ഈ അക്ഷയ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ സംഘടനാ സെക്രട്ടറി ആയിരുന്ന KP സുരേഷ്, ഡ്രൈവർ രാജേഷ്, മുരളി കൊളങ്ങാട്ട്, ഇവരാണ് ഈ പണം, അതായത് മറ്റെവിടുന്നോ നിന്ന് വന്ന പണം ഡീല് ചെയ്തത് ഈ 3 പേരാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനുശേഷം പിന്നീട് അവർ പണം മാറ്റുകയും ചെയ്തു. അതോടൊപ്പം തന്നെ മറ്റൊരു വിഷയം, തൊട്ടടുത്ത ജില്ലയിലെ ഒരു പ്രമുഖ നേതാവ് നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി കൂടിയായിരുന്നു. ആ നേതാവ് ഇത്തരത്തിൽ ഇവിടെ പണം എത്തിയിട്ടുണ്ട്, ജില്ലാ കമ്മിറ്റിയിൽ പണം എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം അറിഞ്ഞുകൊണ്ട് ആ പണം കൈയിട്ട് വാരാനായിട്ട് തൃശ്ശൂരിലേക്ക് എത്തുന്നതിന് മുൻപാണ് ഇത്തരത്തിൽ ധൃതി പിടിച്ച് ഈ പണം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് മാറ്റിയത് എന്നുള്ളൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും അതിന് മുന്നോടിയായിട്ട്, പണം മാറ്റുന്നതിന് മുന്നോടിയായിട്ട് തന്നെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഓഫ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു വലിയ തട്ടിപ്പ് നടത്തിയത്. എന്തായാലും വിഷയവുമായി ബന്ധപ്പെട്ട് CPM വലിയ ശക്തമായിട്ട് രംഗത്ത് വരികയാണ്. കാരണം നമുക്കറിയാം, കരുവന്നൂർ മുതലായ കേസുകളിൽ EDയെ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇടതുപക്ഷത്തെ അല്ലെങ്കിൽ CPIM പ്രവർത്തകർക്കെതിരെ നടത്തുന്ന വേട്ടയാടലുണ്ട്. അത് ഒരു ഭാഗത്ത് തുടർന്ന് പോകുമ്പോഴാണ് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ BJP, തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ആയിട്ടുള്ള BJP ഇത്രമാത്രം വലിയൊരു ഫണ്ട് തട്ടിപ്പ് നടത്തിയിട്ട് അല്ലെങ്കിൽ കൊള്ളപ്പണ ഇടപാട് നടത്തിയിട്ട് എന്ത് നടപടിയാണ് കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ BJPയോ അല്ലെങ്കിൽ ഈ അവരുടെ ഏജൻസികളായിട്ടുള്ള EDയോ ചെയ്തത് എന്നുള്ളൊരു ചോദ്യം തൃശ്ശൂർ ജില്ലയിലെ CPIM പ്രവർത്തകരും ജില്ലാ കമ്മിറ്റിയും ഉയർത്തുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ ഭാഗമായിട്ട് വരും ദിവസങ്ങളിലും ഈ CPIMൻ്റെ നേതൃത്വത്തിലുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകും. സമഗ്രമായ അന്വേഷണം വേണം എന്ന് തന്നെയാണ് ഈ പാർട്ടി പ്രവർത്തകരും ഇടതുപക്ഷാംഗങ്ങളും അതോടൊപ്പം തന്നെ CPIMും ആവശ്യപ്പെടുന്നത്. അവന്തിക.
അതായത് സാരംഗ് ഈ തമിഴ്നാട് രജിസ്ട്രേഷൻ വാഹനത്തിലാണ് ഇത്തരത്തിൽ ഈ 17 ചാക്കിലായി ഈ 25 കോടി എത്തിയതെന്നാണ് ഇപ്പോൾ ഈ അക്ഷയ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് 2 ദിവസം മുൻപായിട്ട് ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പണം ഒഴുകുന്ന വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. പക്ഷേ ഈ BJPയുടെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. പക്ഷേ ഇതിന് ഈ സംസ്ഥാന നേതൃത്വമോ കേന്ദ്ര നേതൃത്വമോ ഇതിൽ യാതൊരുവിധ നടപടിയും കൈക്കൊള്ളാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. തീർച്ചയായിട്ടും മൗലിക അങ്ങനെ തന്നെയാണ്. അക്ഷയ് സൂചിപ്പിച്ചതിലെ സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ, തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടിയിലാണ് അല്ലെങ്കിൽ വാഹനത്തിലാണ് പണം തൃശ്ശൂരിലേക്ക് എത്തിയത്. അത് പിന്നീട് ഗാന്ധിനഗറിലുള്ള ഒരു വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഈ സംഘടനാ സെക്രട്ടറി KP സുരേഷ്, അതോടൊപ്പം തന്നെ ഡ്രൈവർ രാജേഷ്, മുരളി കുളങ്ങാട്ടെ, ഇവരാണ് ഈ പണത്തിൻ്റെ ഡീലിംഗ്, അതായത് പണം ഏറ്റുവാങ്ങുന്നതും മറിച്ച് അത് എണ്ണി തിട്ടപ്പെടുത്തുന്നതും ഉൾപ്പെടെയുള്ള മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ അതിൻ്റെ എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും കൈകാര്യം ചെയ്തത് ഈ 3 പേരാണ്. പിന്നീടാണ് ഇത്തരത്തിൽ ആ പണം മാറ്റുന്നതും. എന്തായാലും ഇത്രമാത്രം ഗുരുതരമായിട്ടുള്ള, അത് തൃശ്ശൂരിലെ സംഭവം മാത്രമല്ല, സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ വലിയ തട്ടിപ്പാണ്, കള്ളപ്പണ കേസാണ് അല്ലെങ്കിൽ കള്ളപ്പണമാണ് BJP ഒഴുക്കിയിട്ടുള്ളത്. നമുക്ക് തിരുവനന്തപുരത്തായാലും കോഴിക്കോടായാലും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. എന്നാലും ഇത്രമാത്രം ഗുരുതരമായിട്ടുള്ള ഒരു വലിയ തട്ടിപ്പ് നടന്നിട്ടും കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ ഈ വിഷയത്തിൽ യാതൊരുവിധ പ്രതികരണവും നടത്തുന്നില്ല, അല്ലെങ്കിൽ ഈ കുറ്റക്കാർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടിയും സ്വീകരിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തൃശ്ശൂരിൽ ഇത് 2ാം തവണയാണ്. 2021-ലും സമാനമായ രീതിയിൽ തന്നെ ഈ തട്ടിപ്പ് നടന്നു. എന്നിട്ടും ഈ ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും BJPയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നോ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ യാതൊരു വിധത്തിലുള്ള നടപടിയും ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നത് അത് ഒരു അനുമതി കൊടുക്കുന്നത് പോലെയാണ്. 2021-ൽ എന്ത് നടന്നോ അതേ സാധനം തന്നെ ഇപ്പോൾ വീണ്ടും നടക്കുന്നു എന്ന് പറയുമ്പോൾ ഈ കേന്ദ്ര സർക്കാരും അല്ലെങ്കിൽ അതിൻ്റെ മുൻനിരയിൽ പ്രവർത്തിക്കുന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്താൻ വീണ്ടും അനുമതി നൽകുന്നു എന്ന് വേണം തീർച്ചയായിട്ടും നമ്മൾ വിശ്വസിക്കാം. കാരണം സമാനമായിട്ടുള്ള രീതിയിലുള്ള തട്ടിപ്പാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. എന്തായാലും സംസ്ഥാന കമ്മിറ്റിയുടെ ശക്തമായിട്ടുള്ള താക്കീതാണ് ഉള്ളത്. കാരണം കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ഈ BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എന്താണ് അവർക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്, അല്ലെങ്കിൽ ഇത് വ്യാജമായിട്ടുള്ള ആരോപണമാണോ, അല്ലെങ്കിൽ എന്താണ് സംഭവം എന്ന് ഔദ്യോഗികമായിട്ട് പറയേണ്ടത് അവരുടെ കടമയാണ്, ചുമതലയാണ്. എന്നാൽ പക്ഷേ മാധ്യമപ്രവർത്തകരടക്കം ജില്ലാ കമ്മിറ്റിയിൽ എത്തുമ്പോൾ യാതൊരു വിധത്തിലുള്ള പ്രതികരണത്തിനും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമപ്രവർത്തകരെ മടക്കി അയക്കുന്ന സംഭവമാണ് ഉണ്ടായത്. അപ്പോൾ അത് സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ശക്തമായിട്ടുള്ള താക്കീതാണ് ഉള്ളത്. യാതൊരു വിധത്തിലും മാധ്യമങ്ങൾക്ക് മുന്നിൽ വാ തുറന്നുകൂടാ എന്നുള്ളൊരു മുന്നറിയിപ്പ് അത് ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ യാതൊരു വിധത്തിലും പ്രതികരണം നേതാക്കൾ നടത്താത്തത്. ശരി, സാരംഗാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.